ഡാബ സ്റ്റൈൽ പനീർ ബുർജി പറാട്ടാസിൻ്റെ കൂടെയും റോട്ടിയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയും ഒക്കെ സെർവ് ചെയ്യാൻ പറ്റിയ ഒരു ഡിഷാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പനീർ ബുർജി എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണാം. ഞാൻ മഹിമ സൈമൺ, വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. പനീർ ബുർജി വളരെ സിമ്പിൾ ഡിഷാണ്. നമുക്ക് ആദ്യം ഒരു പാൻ ഹീറ്റ് ചെയ്യാം. ഞാൻ ചെറിയ സ്കില്ലറ്റാണ് യൂസ് ചെയ്യുന്നത്. ഇതിലേക്ക് കുറച്ച് ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഇതിനൊപ്പം തന്നെ ഒരു ടീസ്പൂൺ ബട്ടറോടെ ചേർക്കാം. ഇവിടെ എണ്ണയും ബട്ടറും ചൂടാകുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ജീരകം ആദ്യം ഇടാം. 1/4 ടീസ്പൂൺ ജീരകം, നല്ല ജീരകമാണ്. ജീരകം ഇട്ട് കഴിയുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ നിറച്ച് ഹീപ്ഡായിട്ട് വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്തു. നല്ലൊരു മണം വരുമ്പോൾ ഇതിലേക്ക് വെളുത്തുള്ളി നല്ലൊരു പച്ചമണം മാറി നല്ലൊരു മണം വരുമ്പോൾ ഇതിലേക്ക് സവോള ചേർക്കാം. 2 മീഡിയം സവോള ചോപ്പ് ചെയ്തതാണ് ചേർക്കാം. ഈ സവോളയിലേക്ക് നമുക്ക് പച്ചമുളക് ചേർക്കാം. 2 പച്ചമുളകാണ് ഉപയോഗിക്കുന്നത്. അപ്പം 1/2 ടീസ്പൂൺ ഇഞ്ചി ചോപ്പ് ചെയ്തത് അല്ലെങ്കിൽ ചതച്ചത് ഉപയോഗിക്കും. ഞാൻ ബുർജി ഉണ്ടാക്കുമ്പോൾ ഒത്തിരി ബ്രൗൺ ആക്കാറില്ല. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ ഏകദേശം 1-2 മിനിറ്റ് ഒന്ന് വഴറ്റുക. അതിനുശേഷം തീ കുറച്ച് വെച്ച ശേഷം നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. കാശ്മീരി ചില്ലി പൗഡർ ഒരു 1.25 ടീസ്പൂൺ, കൊറിയാൻഡർ പൗഡർ മല്ലിപ്പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ജീരകം പൊടി 1/4 ടീസ്പൂണിൻ്റെ പകുതി 1/8 ടീസ്പൂൺ. ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. മസാലയൊക്കെ ഒന്ന് മൂക്കണം, ബേൺഡായി പോവല്ലേ, കരിഞ്ഞു പോവല്ലേ. നന്നായിട്ടൊന്ന് വഴറ്റുക. പെട്ടെന്ന് നമുക്ക് ചപ്പാത്തിക്ക് ഒരു കറി ഉണ്ടാക്കണം എന്നൊക്കെ തോന്നുവാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഡിഷാണ് ഈ പനീർ ബുർജി. ചപ്പാത്തിക്കകത്ത് സൈഡായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ചപ്പാത്തിക്കകത്ത് വെച്ച് റോൾ ചെയ്ത് കഴിക്കാം. ഇതിനൊക്കെ നല്ലതാണ്. പച്ചമണം മാറിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ടൊമാറ്റോ ചേർക്കാം. തക്കാളി 2 മീഡിയം സൈസ് ടൊമാറ്റോ വേണം. ഈ സമയത്ത് നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാം. ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുക. വേണമെങ്കിൽ പിന്നീട് ചേർക്കാം. തക്കാളി എല്ലാം നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആവണം. അതുവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കും. ഒരു 1/4 കപ്പിൻ്റെ പകുതി വെള്ളം ചേർത്തു. മസാല എല്ലാം കൂടെ നന്നായിട്ടൊന്ന് പിടിക്കണം മൊത്തത്തിൽ. പിന്നെ ടൊമാറ്റോ ഒക്കെ വെച്ചിട്ട് കുക്കാവാനുണ്ടെങ്കിൽ അത് നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടും. ആ വെള്ളം കുറുകി വരുന്ന സമയത്ത് നമുക്കിതിനകത്തേക്ക് പനീർ ചേർക്കണം. പനീർ ചേർക്കുന്നത് ഒന്നെങ്കിൽ ഫ്രഷ് പനീർ ഉണ്ടാക്കുന്നത് ഏറ്റവും ബെസ്റ്റ്, നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. ഫ്രോസൺ പനീറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ എപ്പോഴും ചൂടുവെള്ളത്തിലിട്ട് ഒരു 1/2 മണിക്കൂർ വെച്ച ശേഷം സ്ക്രാമ്പിൾ ചെയ്ത് ഇതുപോലെ പൊടിച്ചെടുക്കുക. അല്ലെങ്കിൽ ഫ്രഷ് പനീറായിട്ട് വാങ്ങിക്കാൻ കിട്ടും, അത് ഏറ്റവും ബെസ്റ്റ്. ഫ്രഷ് പനീറാണെങ്കിൽ 200 ഗ്രാം ഇതേപോലെ പൊടിച്ചെടുക്കുക, അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഇതിനകത്തേക്ക് ഇടാം. 200 ഗ്രാം പനീറാണ്. നമ്മൾ ഫ്രഷായിട്ട് പാല് പിരിച്ച് പനീർ ഉണ്ടാക്കുവാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്, നല്ല സോഫ്റ്റ് ആയിരിക്കും. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. ബാക്കി ഉണ്ടായിരുന്ന 1/4 കപ്പിൻ്റെ ബാക്കി വെള്ളം കൂടെ ചേർത്ത് ഒരു 1/8 കപ്പ് കൂടെ വെള്ളം ചേർത്ത് മൊത്തം ഒരു 1/4 കപ്പ് വെള്ളം ചേർത്തിട്ടുള്ളൂ. ഇനി ലോ ഫ്ലെയിമിൽ വെക്കുക. മസാല പനീറിലേക്ക് ഒന്ന് പിടിക്കാനായിട്ട് 1-2 മിനിറ്റ് എടുക്കത്തുള്ളൂ. ഈ സമയത്ത് ഇതിനകത്തേക്ക് നന്നായിട്ട് മല്ലിയില ഇടാം. ഗരം മസാല വേണമെങ്കിൽ ഗരം മസാല ചേർക്കാം, ഞാൻ ചേർക്കാറില്ല. മല്ലിയില ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഇവിടെ ടേസ്റ്റ് ചെയ്തപ്പോൾ ഇച്ചിരി ഉപ്പ് കുറവാണ്, കുറച്ചും കൂടി ഉപ്പ് ചേർക്കുക. കസൂരി മേത്തി 1 ടീസ്പൂൺ അതുകൂടെ ഒന്ന് ഇടാം. അതൊരു ഫ്ലേവറാണ്. ഉലുവയിലയാണ്, ഡ്രൈഡ് ഉലുവയില കിട്ടും, അത് കയ്യിലുണ്ടെങ്കിൽ ഇടുക. ഇത്രയേ ഉള്ളൂ. ചെറിയ കുറച്ച് ഗ്രേവിയായിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് അങ്ങനെ എടുക്കാം. ഞാൻ ഈ ഒരു പരുവത്തിലാണ് എടുക്കുക. നമ്മുടെ പനീർ ബുർജി റെഡിയാണ്. പിന്നെ മൊത്തത്തിൽ എക്സ്ട്രാ ഒരു 1/2 ടീസ്പൂൺ സോൾട്ട് കൂടി ഇട്ടിട്ടുണ്ട്. കൂടാതെ ഒരു നുള്ള് പെപ്പർ പൗഡർ കൂടെ ചേർക്കാം.
നമുക്കിതൊരു സെർവിങ് ബോളിലേക്ക് മാറ്റാം. പനീർ ഓവറായിട്ട് കുക്ക് ചെയ്യാൻ പാടില്ല. കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ റബ്ബർ പോലാവും. എപ്പോഴും ഒരു 2-3 മിനിറ്റ് മാക്സിമം ഒക്കെ കുക്ക് ചെയ്താൽ മതിയാവും. നല്ല പാവ് ബൺസ് ഒക്കെ ഉണ്ടെങ്കിൽ പനീർ ഭുർജി നല്ലൊരു കോമ്പിനേഷനാണ്. പനീർ ഭുർജി നിങ്ങൾ കണ്ടല്ലോ, 10 മിനിറ്റിൽ താഴെ സമയം എടുത്തുള്ളൂ ഇത് കുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ സമയം നമുക്കില്ലാതെ വരുമ്പോഴൊക്കെ പെട്ടെന്ന് ഒരു ഡിഷ് ഉണ്ടാക്കണമെങ്കിലൊക്കെ ഈ ഒരു ഡിഷ് സെർവ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് പനീർ നല്ല ക്രീമി ആയിരിക്കും കഴിക്കുമ്പോൾ. കൂടാതെ നമുക്ക് സവോളയുടെയും ടൊമാറ്റോയുടെയും ഒക്കെ ചെറിയ ചെറിയൊരു ബൈറ്റും കിട്ടും കഴിക്കുമ്പോൾ. അപ്പോൾ നല്ലൊരു ടേസ്റ്റി ഡിഷാണ്. അപ്പോൾ ഇത് സെർവ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ചപ്പാത്തിക്കകത്ത് വെച്ച് റോൾ ചെയ്ത് കഴിക്കാം, പറാട്ടയ്ക്കകത്ത് വെച്ച് റോൾ ചെയ്ത് കഴിക്കാം. അല്ല എങ്കിൽ പാവ് ബൺസ് അല്ലെങ്കിൽ ബൺസ് ബ്രെഡിൻ്റെ കൂടെ ഒക്കെ സെർവ് ചെയ്യാം. കുറച്ച് സവോള അരിഞ്ഞതും കൂടെ വെച്ചാൽ മതി. നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് ഡിന്നറായിട്ടോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിനോ ഒക്കെ സെർവ് ചെയ്യാൻ പറ്റിയതാണ്. അപ്പോൾ ഈ ഒരു ഡിഷ് നിങ്ങളെല്ലാവരും ട്രൈ ഔട്ട് ചെയ്ത് നോക്കണം. നല്ല വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺ ടു മൈ മാസ് കുക്കിംഗ് ക്ലാസ്.